മെമ്മറീസിന്റെ സെക്കൻഡ് പാർട്ട് പൃഥ്വിരാജൻ ജീത്തു ജോസഫ് ഒന്നിക്കുന്നു. ഓൾമോസ്റ്റ് രാജു ഓക്കെ പറഞ്ഞിരിക്കുന്ന ഒരു പ്രൊജക്റ്റാണ്. സ്ക്രിപ്റ്റൊക്കെ നേരത്തെ റെഡി ആയിട്ടിരിക്കുന്നതാണ്. ലാസ്റ്റ് ഷൂട്ടിന്റെ ഡേ എന്നെ ചിത്തോർന്ന് എനിക്ക് ഓർമ്മയില്ലല്ലോ. അത് പറയും, അത് വേറെ കാര്യം. വേറെ പാപ്പച്ചൻ വേറെ. ജീത്തു ജോസഫ് സാറിന്റെ സിനിമയാണ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ യൂഷ്വലി കേൾക്കുന്ന ചോദ്യങ്ങളുണ്ട്. ജിത്തു സാർ ആളെങ്ങനെ താൻ എന്താ പറഞ്ഞത്? അത് പറയില്ല. പണ്ട് ടി വിയിൽ ഐശ്വര്യ സിൽക്സിന്റെ ആഡ് കണ്ടപ്പോ തുടങ്ങിയ ആരാധനയാന്നൊക്കെ. അതാണോ പണ്ട് ഞാൻ നെടുമങ്ങാട് ഞാൻ കണ്ടെന്ന് പറഞ്ഞത് ഒരു ഇത് അല്ല ഒരു ഹോർഡിങ്. പിന്നീട് അങ്ങോട്ട് ഒരു സിനിമ ആലോചിക്കുമ്പോൾ ഈ നോട്ട് ബീയിങ് പ്രൊഫഷണൽ എന്നുള്ളതൊരു ബാരിയർ ആയിട്ട് വരുമോ? ഞാൻ ഇന്നേ വരെ ആരോടും കാണിച്ചിട്ടില്ല, ഒരാൾ ഒഴിച്ച്. അത് രാവിലെ ലൊക്കേഷനിൽ വരാമെന്ന് പറഞ്ഞ് ഷൂട്ടിന് വരുമെന്ന് പറഞ്ഞിട്ട് പുള്ളി വേറെ സ്ഥലത്ത് വേറെ ലൊക്കേഷനിലേക്ക് കയറിപ്പോയിക്കൊണ്ടിരിക്കുക. ഞാൻ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞു എന്നോട് ഈ തെണ്ടിത്തരം കാണിക്കരുതായിരുന്നു കേട്ടോ. പബ്ലിക് ഒരു സ്ഥലത്ത് ഒരു ഫംഗ്ഷൻ കണ്ടപ്പം ചിലർ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ അവൻ പറഞ്ഞു, ചേട്ടൻ അത് അങ്ങനത്തെ ഇത് എന്തോ ചെയ്തു. ഞാൻ കൊടുത്ത മറുപടി ഇതാണ്, മോനെ എനിക്ക് ഇത്രയൊക്കെ കഴിവേ ഉള്ളൂ, എൻ്റെ കഴിവിൻ്റെ മാക്സിമം ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അല്ല ഞാൻ അവനോട് പിന്നെ പറയുക, ഞാനത് സത്യസന്ധമായിട്ട് ചെയ്തിട്ടുണ്ട്, എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ചെയ്യുന്നു. ലൈറ്റ്സ് ക്യാമറ ടോക്കിൽ എൻ്റെ വലതുവശത്തായിട്ട് വലതുവശത്തെ കളറിലെ എല്ലാ ആളുകളും എല്ലാ കളറുണ്ട്, കള്ളനും പോലീസും ഒക്കെ ഉണ്ട്. അപ്പോൾ വെൽക്കം ടു ലൈറ്റ്സ് ക്യാമറ ടോക്ക് ടീം വലതുവശത്തെ കളൻ. ഈ പറഞ്ഞ പോലെ ഞാൻ നമ്മുടെ വലതുവശത്തെ കളനിലെ റൈറ്ററിനെ കുറിച്ച് നോക്കുമ്പോൾ 7 വർഷം മുന്നത്തെ സാറിൻ്റെ ഒരു വീഡിയോ ആണ് എൻ്റെ കണ്ണിൽ ആദ്യം പെടുന്നത്. കൂദാശിയെക്കുറിച്ച് സാർ ചെയ്തൊരു വീഡിയോ, അതായത് വെൽ റിട്ടൺ ആയിട്ടുള്ള വെൽ മെയ്ഡ് ഒരു സിനിമ, കിഡിലൻ സിനിമ, ത്രില്ലർ സിനിമ. അത് കാണണം, നിങ്ങൾ DVD എങ്കിലും മേടിച്ചത് കാണണം, തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല എന്നാണ് സാർ ചെയ്തൊരു വീഡിയോ. അപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല. അപ്പം ഞാൻ ഈ സിനിമ അന്വേഷിക്കുക എവിടെ കാണുന്നത്, യൂട്യൂബിലൊന്നും ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ. ഇത് നോക്കിയിട്ട് ഇത് എവിടെയാ കാണാൻ കിട്ടുക? ഇത് എവിടെയോ അവൈലബിൾ അല്ല. അതെന്താ ഇല്ലാത്ത? അല്ല അത് അത്ര ഈ പറഞ്ഞ പോലെ അത് കഴിഞ്ഞിട്ട് പിന്നെയും കുറെ റിവ്യൂസ് ഞാൻ ആ സിനിമയെ കുറിച്ച് കുറെ വീഡിയോസ് സമയത്ത് DVD ഇറങ്ങിയത് പിന്നെ ആമസോൺ പ്രൈമിൽ കുറച്ച് നാളുണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ അതില്ല. അവിടെ നിന്ന് തുടങ്ങിയ ബന്ധാണോ ആക്ച്വലി ഇപ്പൊ വലതുവശം? അത് കഴിഞ്ഞിട്ട് 7 വർഷം കഴിഞ്ഞ് ഞങ്ങളെ കാണാം. അന്നേരം ഇത് ആരാന്ന് പോലും എനിക്കറിയില്ല. ആ പേരൊന്നും പറഞ്ഞ് മെൻഷൻ ചെയ്തിട്ടൊന്നുമില്ല. അല്ല, ഞാൻ ആ സിനിമ കണ്ടിട്ട് ഇഷ്ടമായിട്ട് ഞാനങ്ങ് ചെയ്തതാ. കാരണം ഒരാൾ കഷ്ടപ്പെട്ടൊരു നല്ല സിനിമ ചെയ്തിട്ട് അത് അപ്രീഷിയേറ്റ് ചെയ്യാതെ ഇവിടെ പോകുന്നു, ആൾക്കാർ കാണാതെ പോകുന്നു എന്ന് പറയുമ്പോൾ ഒരു തുടക്കക്കാരൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ അതങ്ങനെ ചെയ്തത്. ഞാനങ്ങനെ ഇതിന് മാത്രമല്ല വേറെ 2-3 സിനിമകൾക്ക് ഞാനങ്ങനെ ചെയ്തു. ഇപ്പൊ ഈ വലതുവശത്തെ കള്ളൻ എങ്ങനെയാണ് സാറിൻ്റെ അടുത്തേക്ക് എത്തിയത്? അതെന്നെ ഷാജി നടേശൻ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഡിനു എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്, പണ്ട് കൂദാശ എന്ന് പറഞ്ഞു. പെട്ടെന്ന് കൂദാശയ്ക്കല്ലേ ഞാൻ അതെ ഡിനു ഇങ്ങനെ പറഞ്ഞിരുന്നു, ഒരു സബ്ജക്റ്റ് ഉണ്ടെന്ന് കേൾക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഡിനുവിനോട് വീട്ടിൽ വന്നൊരു ഞാൻ ഇച്ചിരി മറവിയുള്ളതുകൊണ്ട് നരേഷനല്ലേ പറഞ്ഞത്, നരേഷൻ പറഞ്ഞു. അപ്പോൾ ഡിനു ഒരു ഡയറക്ടർ കം റൈറ്ററാണല്ലോ, അപ്പോൾ സ്വാഭാവികമായിട്ടും കൂദാശ എനിക്ക് ഇഷ്ടപ്പെട്ടതുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് വേണം ലിൻഡയോടാണ് ഷാജി ലിൻഡ എന്നെ 2-3 തവണ വിളിച്ചു. അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ നമുക്കൊരു ദിവസം ഇരിക്കാം. അപ്പം തിരക്കായതുകൊണ്ട് ഞാനും ലിൻഡയും പിള്ളേരോട് ഇരുന്ന് നരേഷൻ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ സ്ക്രിപ്റ്റ് ചോദിച്ചു. അത് മറ്റവരോട് നരേഷനായിരുന്നോ? പിന്നെ സ്ക്രിപ്റ്റ് വാങ്ങിച്ചിട്ട് എൻ്റെ ടീമിനും കൊടുത്തു വായിക്കാൻ. കേട്ടപ്പോൾ തന്നെ നമുക്ക് അതിനകത്ത് സംഭവം ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ എപ്പോഴും ഞാൻ എൻ്റെ എല്ലാ സിനിമകളിലും ഒരു ഫീഡ്ബാക്ക് എടുക്കുന്നതാണ്. അങ്ങനെ ശരിക്കും സാറിൻ്റെ ഒരു സ്ക്രിപ്റ്റ് സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുക? ഒരാൾക്ക് സാറിൻ്റെ അടുത്തേക്ക് ഒരു കഥയായിട്ട് വരണമെങ്കിൽ എന്താ ചെയ്യുക? അല്ല, ഇപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ നമ്പറിൽ വാട്സപ്പ് ചെയ്യും, ഇൻസ്റ്റഗ്രാമിൽ വരും. പിന്നെ ഏറ്റവും എളുപ്പം ബെഡ് ടൈം സ്റ്റോറീസ് എന്ന് പറയുന്ന എൻ്റെ കമ്പനിക്കൊരു ഇൻസ്റ്റഗ്രാം പേജുണ്ട്. അവിടെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് വന്നാലും ഞാൻ ബെഡ് ടൈമിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരാളെ നമ്മളിതിനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളി കുഴപ്പമെന്ന് വെച്ചാൽ ഇത് നിങ്ങൾ ഒരാളങ്ങ് അയച്ചാൽ ഉടനെ പിറ്റേ ദിവസം ഇതിൻ്റെ റിപ്ലൈ ഒന്നും കിട്ടത്തില്ല, പ്രതീക്ഷിക്കരുത്. അല്ല, കാരണം അതുപോലെ ഇപ്പോൾ ലൈനപ്പ് ചെയ്ത് കിടക്കുക. കാരണം ഞങ്ങൾ കണ്ടിന്യൂസ് ഷൂട്ട് ചെയ്ത് വരുന്നതുകൊണ്ട് ഞാനും എൻ്റെ ടീമും എല്ലാവരും ബിസി ആയിരുന്നു. അപ്പോൾ വായിച്ചു പോകുന്നതിൻ്റെ ഒരു സ്പീഡ് കുറവാണ്. പിന്നെ നമ്മൾ കുറേ എണ്ണം വായിക്കുമ്പോഴേ ഒരെണ്ണം നല്ലത് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മടുപ്പും ഉണ്ടാകും കുറച്ച് കഴിയുമ്പോൾ. അപ്പോൾ ആദ്യം ഒരു ഡീറ്റെയിൽഡ് സിനോപ്സിസ്, ആദ്യം സ്ക്രിപ്റ്റ് ആയിരുന്നു, പിന്നെ അത് മാറ്റി ഡീറ്റെയിൽഡ് സിനോപ്സിസ് തരാൻ പറയും. ആ സിനോപ്സിസ് വായിക്കുമ്പോൾ ഇതിനകത്തൊരു സ്റ്റഫ് ഉണ്ടെന്ന് തോന്നുമ്പോൾ നമ്മൾ സ്ക്രിപ്റ്റോ അല്ലെങ്കിൽ ഒരു ഡയറക്റ്റ് നരേഷനോ ചോദിക്കും. അപ്പോൾ അതിങ്ങനെ ഒരു ലൈനപ്പ് ഉണ്ട്. അപ്പോൾ ചിലർ അയച്ചിട്ട് 1-2 മാസം കഴിഞ്ഞിട്ട് സാറേ ഇത് അയക്കാൻ പറഞ്ഞിട്ട് അയച്ചത് പിന്നെ ആൾക്കാർ ഇറിറ്റേറ്റഡ് ആകുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ പെണ്ണുവിനെ അങ്ങനെ പറ്റത്തില്ല, നമ്മളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കാൻ നോക്കുകയാണ് ആൾക്കാർക്ക് വേണ്ടിയിട്ട്. പക്ഷേ അതിന് നമുക്കും പരിമിതികളുണ്ട്, കാരണം അതുപോലെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട്
അതാണ് അതിൻ്റെ ഒരു പ്രോസസ്സ്. ഇപ്പം ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുന്നതിനേക്കാൾ നല്ല ബെഡ് ടൈം സ്റ്റോറീസ് എന്ന് പറഞ്ഞ് ഇൻസ്റ്റാഗ്രാമിൽ എന്തായാലും അത് ത്രൂവേ പോവുള്ളൂ അല്ലേ? ആണ്. എനിക്ക് വാട്സപ്പിൽ ഇട്ടാലും ഞാൻ ഈ മെസ്സേജ് എല്ലാവർക്കും ഇടുന്നത്. മനസ്സിലായി. അത് ഇൻസ്റ്റാഗ്രാം അല്ല, അന്നേരം ഇമെയിൽ ID കൊടുക്കും. അപ്പോൾ അങ്ങനെ അല്ല, ഒരു നമ്പറും ഉണ്ട്, വാട്സപ്പ് നമ്പർ വേറെ. അങ്ങനെ ഇതിന്റെ ട്രെയിലർ ഇറങ്ങിയപ്പോൾ അതിന് താഴെ മുഴുവനുള്ള കമന്റ് 2017 സമയത്ത് ദൃശ്യം ഇറങ്ങുന്നതിന് മുമ്പ് മെമ്മറീസ് വന്നതുപോലെ ദൃശ്യം 3 ഇറങ്ങുന്നതിന് മുമ്പ് വലതുവശത്തെ കള്ളൻ എന്നാണ്. അപ്പോൾ സാർ തന്നെ പല സ്ഥലത്തും പറയുന്നുണ്ട് ഈ ഉണ്ടാക്കിയ സിനിമകളിൽ വളരെ വെൽ മെയ്ഡ്, വെൽ സ്ക്രിപ്റ്റഡ് എന്നൊക്കെ തോന്നിയിട്ടുള്ള ഒരു സിനിമ, ആ ഒരു കോണ്ടന്റ് ഫീൽ കിട്ടിയിട്ടുള്ള ഒരു സിനിമ മെമ്മറീസ് ആണ്. ഈ സിനിമ ഉണ്ടാക്കി കഴിഞ്ഞ് അതിൻ്റെ ഫുൾ വർക്കൊക്കെ കഴിഞ്ഞ് ഇപ്പം നമ്മൾ റിലീസിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാട്ട് ഈസ് യുവർ ഫീൽ? മെമ്മറീസ് പോലെ ഒരു വെൽ സ്ക്രിപ്റ്റഡ്, വെൽ മെയ്ഡ് ഒരു കോണ്ടന്റ് ഫീൽ ഉള്ള സിനിമയാണ്. മെമ്മറീസ് പോലൊരു സിനിമയല്ല, ഇത് വേറൊരു സിനിമയാണ്. മെമ്മറീസ് വേറെ, വലതുവശത്തെ കള്ളൻ. മെമ്മറീസിന് സാറിന് കിട്ടിയ ഒരു ഫീലാണോ ഈ സിനിമയ്ക്ക് കിട്ടിയത്? അല്ലല്ല, രണ്ടും രണ്ടാണ്. അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ അറിയാം. ആ ഫീലല്ല ഇതിന് കിട്ടുന്നത്. കാരണം കഥാപരമായി രണ്ടും ഭയങ്കരമായ വ്യത്യാസമുണ്ട്. പിന്നെ ഇതിനെന്താ എല്ലാവരും മെമ്മറീസുമായിട്ട് കണക്ട് ചെയ്യുന്നത് വെച്ചാൽ നൈറ്റ്, അതിൻ്റെ മൂഡ്, ലൈറ്റിംഗ് പാറ്റേൺ അതൊക്കെ വെച്ചിട്ടാണ് പറയുന്നത്. അത് വളരെ ഒരു കോയിൻസിഡൻസ് ആയിട്ട് വന്നതാണ്. കുറേ ആൾക്കാർ പറഞ്ഞു അങ്ങനെ പ്ലാൻ ചെയ്ത്, അവൻ എന്ത് പ്ലാൻ ചെയ്ത്, ഇത് ആൾക്കാർ ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് നമ്മളത് ഓർക്കുന്നത് തന്നെ. അതാണ് സത്യം. ഇപ്പൊ ഈ കഥ സാറിന്റെ അടുത്ത് കൊണ്ടുവരുമ്പോഴേ ഈ ത്രില്ലർ സാധനമാണല്ലോ കൊണ്ടുവരുന്നത്. ത്രില്ലർ അല്ല, ത്രില്ലർ അല്ലേ? അല്ല, ഇതൊരു ഇമോഷണൽ ക്രൈം ഡ്രാമയാണ്. അതായത് എനിക്ക് ട്രെയിലറുടെ പകരം ശരി, ത്രില്ലറിന്റെ ഡെഫിനിഷൻ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. ഇത് ബേസിക്കലി ഇതിനകത്ത് ഭയങ്കരമായ സസ്പെൻസോ അങ്ങനെ ട്വിസ്റ്റ് എന്ന് പറയുന്ന സാധനം ഇതിനകത്ത് സിനിമ ചെയ്യുന്ന കുറച്ചങ്ങ് ചെന്ന് കഴിയുമ്പോൾ കാര്യങ്ങളൊക്കെ റിവീൽഡ് ആവും. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള അവരുടെ ഒരു ഇമോഷണൽ ട്രാവലുണ്ട് ഈ ക്യാരക്ടേഴ്സിൻ്റെ. അതാണ് ഈ സിനിമ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ മെമ്മറീസ് പോലെ അല്ല എന്ന് പറഞ്ഞു. കാരണം ട്വിസ്റ്റോ അങ്ങനെയൊന്നും ഞങ്ങൾ ഫോക്കസ്, സസ്പെൻസോ അതിലൊന്നും ഫോക്കസ് ചെയ്തിട്ടില്ല. രണ്ടുപേരുടെ ഞാൻ ഈ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടതും അതുകൊണ്ടാണ്. ഇത് വേറൊരു രീതിയിലാണ്. പ്രോപ്പർ ജീത്തു ജോസഫ് സിനിമയായിട്ട് പ്രതീക്ഷിക്കേണ്ടത് വേറെ കൈൻഡ് ഓഫ് ഒരു സിനിമയാണ്, വേറെ രീതിയിൽ പോകുന്ന സിനിമയാണ്. വാട്ട് യു വാണ്ടഡ് സേ അബൌട്ട് ദ സിനിമ? ഞാൻ കൂടുതൽ എന്താ പറയുക, ഇത് തന്നെയാണ് എനിക്ക് പറയാം. രണ്ട് വ്യക്തികളുടെ മാനസിക സംഘർഷങ്ങളിലൂടെ, രണ്ട് വ്യക്തികളല്ല, രണ്ട് വ്യക്തികൾ അവർ ചുറ്റുപറ്റിയുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ, അവരുടെ മാനസിക സംഘർഷങ്ങളിലൂടെ യാത്ര ചെയ്യുന്നൊരു സിനിമ. അവരെല്ലാവരും ഒരു ഡിലേമയിൽ, ഒരു അസാധാരണമായ സാഹചര്യത്തിൽ കുറച്ച് സാധാരണക്കാർ പെടുമ്പോൾ ഉണ്ടാകുന്നൊരു ഡിലേമ, അതിനവരെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, എങ്ങനെ ഓവർകം ചെയ്യുന്നു എന്നുള്ളതാണ് ബേസിക്കലി ഈ സിനിമ ഇറ്റ്സ് ഓൾ അബൌട്ട്. ഈ സിനിമയിലെ ഈ രണ്ട് ആൾക്കാരെ തിരഞ്ഞെടുക്കണമല്ലോ, മെയിൻ ആൾക്കാരെ, ജോജ് ചേട്ടനും അതുപോലെ ബിജു ചേട്ടനും. ഇതിന്റെ ഒരു സെലക്ഷൻ പ്രോസസ് എങ്ങനെയായിരുന്നു? അത് സാറായിരുന്നു ഇങ്ങനൊരു കോംബോ സജസ്റ്റ് ചെയ്തത്. ഇതിൽ ബേസിക്കലി രണ്ട് നായകന്മാർ വേണം അങ്ങനെ രീതിയിൽ ഞങ്ങൾ എഴുതിയതല്ല. രണ്ടുപേർക്കും കഥയിൽ അവരുടേതായ പ്രാധാന്യമുണ്ട്, അവരുടേതായ ഒരു സ്പേസ് ഉണ്ട്, പറയാനുണ്ട്. അപ്പോൾ ഇങ്ങനൊരു കോമ്പിനേഷൻ സാറാണ് ആദ്യമായിട്ട് എന്നെ വിളിച്ച് പറഞ്ഞ സമയത്ത് തന്നെ എനിക്ക് കിട്ടിയൊരു എന്താ പറയുക, ഒരു കിക്ക് ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു സ്റ്റിൽ ഓഡിയൻസിനും ആ ഒരു കിട്ടും എന്ന് തന്നെയാണ്. സാറായിരുന്നു അത്. സാർ എങ്ങനെ ഇവരിലേക്ക് എത്തിയത്? ഹൗ ഡിഡ് യു, ഐ മീൻ ലൈക്ക് ഇവർ മതി എന്ന് തീരുമാനിച്ചത്? നമ്മളിത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇത് രണ്ട് കഥാപാത്രങ്ങൾ, ഈ കഥാപാത്രങ്ങൾ അഭിനയിക്കാൻ വേറെയും ചിലപ്പോൾ മലയാളത്തിലെ ആക്ടേഴ്സിന് നമുക്കുണ്ടാവാം, ഇവരും ഉണ്ട്. അപ്പോൾ ഇവർ രണ്ടിലുള്ള കോമ്പിനേഷൻ ഒരു ഇതുണ്ട്. എനിക്ക് തോന്നുന്നു ഇവരിന് മുമ്പ് പട്ടാളത്തിലാന്ന് പറഞ്ഞു, അതും അവരല്ല അതിൻ്റെ ലീഡ്. അപ്പോൾ അങ്ങനെ ലീഡായിട്ട് വരുന്ന കഥാപാത്രങ്ങൾ കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരു ഫ്രെയിമിൽ വരുന്നു, അത് ലീഡായിട്ട് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിനകത്ത് രണ്ടുപേരും നല്ല ആക്ടേഴ്സ്. അപ്പം അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാകും എന്നുള്ള ഒരു തോന്നലിൽ തന്നെയാണ് നമ്മളത് സെലക്ട് ചെയ്തത്. അതുണ്ട് കേട്ടോ, നമ്മളത് ഈ കണ്ടു കഴിയുമ്പോൾ ട്രെയിലറൊക്കെ കണ്ടു കഴിയുമ്പോൾ ആ കോംബോയ്ക്ക് ഒരു ഭയങ്കര സസ്പെൻസ് ഉണ്ട്. ഇറ്റ് ഈസ് ദെയർ. ഹലോ, ഹൗ ആർ യു? കുറേ കാലമായ പോലെ കണ്ടിട്ട്. പ്രൊമോഷൻസിനൊന്നും വരാറില്ലായിരുന്നോ? ഞാനിവിടെ ഇല്ലായിരുന്നു, ഞാൻ US-ലായിരുന്നു. കഴിഞ്ഞ ഒരു വർഷം US-ലായിരുന്നു താമസം. ഇപ്പൊ തിരിച്ച് നാട്ടിലെത്തി, കൊച്ചിയിൽ വീട് വെച്ചു, കൊച്ചിക്കാരിയായി. കൊച്ചിയിലാണ് പ്രോപ്പർ കൊച്ചി. ഇടയ്ക്കിടയ്ക്ക് കാണാം, ഇനി എന്നെ ഒരുപാട് കാണും. ഓക്കെ, എന്നാ സിനിമയെ പറ്റി പറയാം നമുക്ക്. ഞാൻ പ്ലേ ചെയ്യുന്ന ക്യാരക്ടറുടെ പേര് തെരേസ എന്നാണ്. ഇപ്പോൾ ട്രെയിലർ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, ഞാൻ ജോജു ചേട്ടൻ്റെ വൈഫിൻ്റെ ക്യാരക്ടർ പ്ലേ ചെയ്യുന്നത്. വളരെ രസകരമായ, നല്ല റിയലിസ്റ്റിക് ആക്ടിങ്ങിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു റോളാണ്. ആൻഡ് ഒരു ആക്ടർക്ക് ഒരു ക്യാരക്ടർ പ്ലേ ചെയ്യുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ കിട്ടുക എന്ന് പറയുന്നത് ഇസ് നോട്ട് കോമൺ. അതെ, എപ്പോഴും സംഭവിക്കുന്നതല്ല. എനിക്ക് ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ ഒരു റോളാണ്. ഇതിന്റെ ഫൈനൽ ഔട്ട് കണ്ടോ? ഞാൻ പടം കണ്ടിട്ടില്ല. ഞാൻ
എൻ്റെ പോർഷൻ മാത്രമേ ഡബ് ചെയ്തിട്ടുള്ളൂ, ഞാൻ ബാക്കി ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഞങ്ങളുടെ theatre ഞാൻ Jan 30th തന്നെ തിയേറ്ററിൽ വെച്ചേ കാണുള്ളൂ. ഹൗ എക്സൈറ്റഡ് ആർ യു? I'm generally not very excited about movie releases, but I'm very excited about the first response. അപ്പോൾ ഞാൻ എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഹൗ ഡസ് ദി ഓഡിയൻസ് ടേക്ക് ഇറ്റ്. ഓഡിയൻസിൻ്റെ റെസ്പോൺസ് അറിയാൻ എപ്പോഴും ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. ബിക്കോസ് നമുക്ക് ഒരിക്കലും ആ ജഡ്ജ്മെന്റ് കിട്ടില്ല. ശരിയാ. ഇപ്പൊ നമ്മൾ നല്ലൊരു ഫുഡ് ഉണ്ടാക്കിയാലും ആ കഴിച്ച ആൾക്കാരുടെ റെസ്പോൺസ് കിട്ടുമ്പോഴാണ് അതിലെ ത്രില്ല് ഇസ് ഇൻ ദാറ്റ്. ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അങ്ങനെ ഓഡിയൻസിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ റെസ്പോൺസിൽ കംപ്ലീറ്റ്ലി ഹാപ്പി ആയതോടെ ഏതായിരുന്നു? ഈ പടം എന്നാലും എൻ്റെ അളിയ ആരും പ്രതീക്ഷിച്ചില്ല എന്നെ അങ്ങനെ ഒരു ക്യാരക്ടർ. ശരിയാ. അപ്പോൾ ആൾക്കാരുടെ റെസ്പോൺസ് ഭയങ്കര ലൈക്ക് അയ്യോ അത് ലെന അങ്ങനെ ചെയ്യുന്നു വിചാരിച്ചില്ല എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ത്രില്ലായിരുന്നു. ശരിയായിരുന്നു. ബിക്കോസ് ആ പടം ഞാൻ തന്നെ 3-4 വട്ടം കണ്ടിട്ടുണ്ട്. ബിക്കോസ് ഞാൻ എന്നെ തന്നെ അങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല. അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഞാൻ മുമ്പ് ചെയ്തിട്ടില്ല. സംസാരിക്കുന്ന രീതി എല്ലാം കൊണ്ടും ആ ക്യാരക്ടറിന്റെ ഒരു മൊത്തത്തില് ഞാൻ വീണ്ടും വീണ്ടും കാണാറുണ്ട്. അത് ഞാൻ എങ്ങനെ അതിലേക്ക് എത്തിപ്പെട്ടു ആ ഒരു പെർഫോമൻസിലേക്ക്. ബിക്കോസ് ഇറ്റ്സ് ഒട്ടും ബുദ്ധിപരമായ ഒരു നീക്കം ഇല്ലാത്തൊരു പെർഫോമൻസ് ആയിരുന്നു. എന്തോ ഭാഗ്യത്തിന് അങ്ങനെ ആയി വന്നതാ. അതുകൊണ്ട് കാണാൻ നല്ല രസമുണ്ട്. എന്നോട് അങ്ങനെ ചെയ്യാൻ പറഞ്ഞാൽ എനിക്കറിയില്ല എങ്ങനെ ചെയ്യേണ്ടതെന്ന്. എങ്ങനെയോ രസമായിരുന്നു അത് കണ്ടിരിക്കാൻ. യു ആർ ദി ഫണ്ണിയസ്റ്റ് പാർട്ട് സിനിമയില്. നിങ്ങളെ വാച്ച് ചെയ്യുന്നതായിരുന്നു ഭയങ്കര രസമുള്ള പരിപാടി. ലിയോണയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ഞാൻ ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പൊ പഴയ ഇന്റർവ്യൂസ് എടുത്ത് ഇങ്ങനെ നോക്കുവാണ്. ഡു യു നോ ദി ഫാൻ ബേസ് ദാറ്റ് യു ഹാവ്? നോ. ഞാനുണ്ടല്ലോ, അതായത് ചില ആൾക്കാരെ ഇതൊക്കെയാണ് പണ്ട് ടി വിയിൽ ഐശ്വര്യ സിൽക്സ് എന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ട്. അതിന്റെ ആഡ് കണ്ടപ്പോ തുടങ്ങിയ ആരാധനയാന്നൊക്കെ. അങ്ങനെയൊക്കെ ഫാൻസ്. ചങ്ങനാശ്ശേരി. അതിന്റെ ആഡ് അതാണോ പണ്ട് ഞാൻ നെടുമങ്ങാട് ഞാൻ കണ്ടെന്ന് പറഞ്ഞത് ഇത് അല്ല ഒരു ഹോർഡിങ് എവിടെയോ ഞാൻ ഇതുപോലെ ഒരു ഹോർഡിങ് നെടുമങ്ങാട് ഭാഗത്തോടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ എല്ലാ ഹോർഡിങ്സ് ഇപ്പോഴും ഉണ്ട് എവിടെയൊക്കെയോ. ഞാനത് അങ്ങനെ ഈ ഇന്റർവ്യൂ ഇതിന്റെ കമന്റ് സെക്ഷൻ നോക്കുമ്പോഴേ റിയലൈസ് ചെയ്യുന്നത് ഭയങ്കര അതായത് നല്ല ഫാൻ ബേസാ. അപ്പൊ ഇത് ഞാൻ ഇത് ചെയ്യുമ്പോ എന്റെ ബ്രദറില്ല ഞാൻ ഇടയ്ക്ക് വിചാരിക്കാറുണ്ട് എന്നെ ആൾക്കാർ മറന്നുപോയിട്ടുണ്ട്. ഒരിക്കലും അല്ല. അല്ല അല്ല അങ്ങനെ വിചാരിക്കരുത്. ഞാനിപ്പോ എന്റെ ബ്രദറിനോട് സംസാരിക്കാം അടുത്തുണ്ട്. ആളോട് സംസാരിക്കുമ്പോ ആള് പറഞ്ഞു അയ്യോ ഷീ ഈസ് വെരി ബ്യൂട്ടിഫുൾ മാൻ. ആരെയല്ലോ അങ്ങനെ പോകുന്നത്. എന്താ ചെയ്യാ? സുന്ദരി എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സന്തോഷല്ലേ? ഇനി പറ. ഇങ്ങനെ വേണം തുടങ്ങാൻ. അതാണ് ഇപ്പൊ എനർജി ഒക്കെ ആയില്ലേ. ഇനി പറ, വിഷമൊക്കെ മാറി. എങ്ങനെയുണ്ട്? എന്താണ് വലതുവശത്തെ കള്ളനിൽ സംഭവിക്കുന്നത്? വലതുവശത്തെ കള്ളനിൽ കുറെ സംഭവങ്ങളുണ്ട്. അതില് ഞാനൊരു ചെറിയ സംഭവം ഞാനൊരു സംഭവം അല്ലെങ്കിലും ഒരു സംഭവത്തിന്റെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളാണ്. പോലീസുകാരിയാ, ASI ആണ്. ASI വിദ്യ, പാവം പോലീസുകാരി. സാറ് പറയണതൊക്കെ കേട്ട് ബിജുമേനന്റെ ജൂനിയറാണ്. അപ്പം ഇങ്ങനെ സാർ അങ്ങോട്ട് ഓടിയാൽ സാറിന്റെ പുറകെ ഞാൻ ഓടും, സാർ ഇങ്ങോട്ട് പോയാൽ ഞാൻ സാറിന് പുറകെ ഇങ്ങോട്ട് പോകും. പിന്നെ എല്ലാ ഫയലും എടുത്തു കൊടുക്കും. അങ്ങനത്തെ കുറേ പരിപാടികൾ ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ആ പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിൽ ഏറ്റവും എംപത്തറ്റിക് ആയിട്ടുള്ള പിന്നെ ഒരു സ്ത്രീ എന്ന നിലയിൽ ബാക്കി വരുന്ന ഇപ്പോൾ സ്ത്രീകൾ വരുമ്പോൾ ഉള്ള ആ എംപത്തിയും ഒക്കെ ഏറ്റവും കൂടുതൽ കാണിക്കുന്ന ഈ ക്യാരക്ടറിനാണ്. ഇപ്പൊ നമ്മളെ ആങ്കേഴ്സ് ഇപ്പൊ ഇന്ന് ആരുടെ ഇന്റർവ്യൂ ആയിരുന്നു വെച്ചാൽ ഇന്ന് ജീത്തു ജോസഫ് സാറിന്റെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വലി സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. പുള്ളിയുടെ ആ സിനിമ അത് എപ്പോൾ വരും, മറ്റേ സിനിമ എപ്പോൾ വരും, അതിലെങ്ങനെയായിരിക്കും, ഇങ്ങനെ കുറെ ചോദ്യങ്ങൾ കേൾക്കും. ഇതേപോലെ നിങ്ങൾക്ക് ആർട്ടിസ്റ്റുകൾക്ക് ജീത്തു ജോസഫ് സാറിന്റെ സിനിമയാണ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ യൂഷ്വലി കേൾക്കുന്ന ചോദ്യങ്ങളുണ്ട്, ആളുകൾ ചോദിക്കുന്ന സംശയങ്ങളുണ്ട്. നിങ്ങളാണോ കൊലയാളി? ആദ്യത്തത് ദൃശ്യം 3 അപ്പൊ നമ്മള് ഇല്ല സങ്കടപ്പെട്ടു പറയും. അപ്പൊ അടുത്തത് ഇത് ത്രില്ലറാണോ? ത്രില്ലറാണോ എന്നുള്ളത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് ത്രില്ലറാണ്. അപ്പൊ നമ്മള് ത്രില്ലർ അല്ല. പിന്നെ ഷോക്ക്, വേറെ ഒന്നിനും ചാൻസ് ഇല്ല എന്നുള്ള പോലെ. അപ്പൊ അതുകൊണ്ടാണ് സാർ ഈ പ്രാവശ്യം പ്രൊമോഷന് വന്നിരിക്കുമ്പോഴേ പറയുന്നത് ഇത് ത്രില്ലർ അല്ല, ഇമോഷണൽ ക്രൈം ഡ്രാമ. ഇമോഷണൽ ക്രൈം ഡ്രാമ. ഇടയ്ക്കിടയ്ക്ക് കുറച്ചേരം പറഞ്ഞോണ്ടിരിക്കണം. ഇമോഷണൽ ക്രൈം ഡ്രാമ. അത് ഇതിങ്ങനെ ടിവിയിൽ കാണിക്കുമ്പോൾ ഇമോഷണൽ ക്രൈം. വലതുവശത്തെ കള്ളൻ ഈസ് ആൻ ഇമോഷണൽ ക്രൈം ഡ്രാമ. അതന്നെ. ഇനി എന്തൊക്കെ ക്വസ്റ്റ്യൻസ് കേൾക്കാറുണ്ട് ത്രില്ലറിന്റെ അല്ലാണ്ട്? ആളെങ്ങനെ? ജിത്തു സാർ ആളെങ്ങനെ?
താനെന്താ പറഞ്ഞത് അത് പറയില്ല, അതൊക്കെ ഞാൻ പറഞ്ഞത്. പറ അപ്പൊ അതിൽ എന്തോ കാര്യമുണ്ട് സാർ. അത് എന്താ പറഞ്ഞത്? ചോദ്യങ്ങളല്ലേ ചോദിച്ചേ? ചോദ്യം കറക്റ്റ് ഉത്തരം പറഞ്ഞോ? ഉത്തരം സാർ correct ആ. എങ്ങനെയുള്ള ആളാണ്? ഏ? സാർ എങ്ങനെയുള്ള സാറ് അടിപൊളിയല്ലേ? ഇത് കഴിഞ്ഞ പ്രാവശ്യം സാറിന്റെ ഇന്റർവ്യൂ എടുത്തപ്പോഴേ ഞാൻ ഇങ്ങനെ പറഞ്ഞു, സാറിന്റെ ഇന്റർവ്യൂസിന്റെ താഴത്തെ ഒരു കമന്റ് വരും എപ്പോഴും, അതായത് കാണുമ്പോ പാസ്റ്ററിനെ പോലെ ഇരിക്കുന്ന ഒരു മനുഷ്യൻ, മൈൻഡ് ആണെങ്കിലും മറ്റേ ക്രിമിനൽ മൈൻഡ്. ഞാൻ അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ സാർ, ഞാൻ ഏതൊക്കെ ഇന്റർവ്യൂസിന് വേണ്ടി അവരൊക്കെ പറഞ്ഞു ജീത്തു സാറിന്റെ കൂടെയുള്ള ആ ഇന്റർവ്യൂ കണ്ടിട്ടോ, സാറിനോട് പറഞ്ഞത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാരും പറഞ്ഞു. ഒരുവിധം നമ്മൾ മഴവിലൊക്കെ എടുത്തിട്ടുള്ള ഒരുവിധം ഇന്റർവ്യൂസിൽ വന്ന ആൾക്കാരൊക്കെ ഇതിന്റെ ഷോർട്സ് മാത്രം നമ്മൾ കട്ട് ചെയ്തത്, അത് കണ്ടിട്ട് എല്ലാവരും പറഞ്ഞു ഇത് ഭയങ്കരമായിട്ട് ചിരിച്ചു. അപ്പൊ ഒരുവിധ ആളുകൾക്കൊക്കെ അങ്ങനെയാ തോന്നിയിരിക്കുന്നത്. ശരിക്കും സാർ എങ്ങനെയുള്ള? അല്ല സാർ ഭയങ്കര ഫണ്ണാണ് ആക്ച്വലി. അത് ഇപ്പോൾ ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കും സാറിനോട് കമ്പനി അടിക്കാൻ പറ്റും. അതായത് സാർ അങ്ങനെ നിന്ന് കൊടുക്കും. അപ്പം നമുക്കിങ്ങനെ മറ്റേ സീനിയർ ഭയങ്കര സൂപ്പർ സ്റ്റാർ ഡയറക്ടർ അങ്ങനത്തെ ഫീലൊന്നും കിട്ടിയിട്ടില്ല എനിക്ക്. ഫസ്റ്റ് റാമിൽ പോകുമ്പോൾ, റാമിൽ സാറിൻ്റെ സെറ്റിലേക്ക് അഭിനയിക്കാൻ പോകുമ്പോൾ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. അതായത് ഞാനിങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുകയുള്ളൂ, ഞാൻ ഇരിക്കുകയൊന്നുമില്ല അടുത്ത്. താൻ വന്ന് ഇരിക്കണോ എന്ന് പറയുമ്പോഴായിരിക്കും ഞാൻ എന്നാൽ ശരി ഞാൻ ഇരുന്നേക്കാം എന്ന്. പക്ഷേ അത് ആ സെറ്റ് മൊത്തം ഒരു സൈഡ് തിരിഞ്ഞ ലാലേട്ടൻ, ഇപ്പുറത്ത് സിദ്ദീഖ് സാറ്, ഇങ്ങനെ കുറേ അപ്പുറത്ത് നോക്കിയ ദൃശ്യം ഉണ്ടാവും. എവിടെ നോക്കിയാലും ഇങ്ങനെ എല്ലാം ആൾക്കാരായതുകൊണ്ട് നമ്മളിങ്ങനെ അയ്യോ ഞാൻ എന്താ ഇവിടെ ചെയ്യണേ എന്നുള്ളൊരു ഫീലായിരുന്നു. പക്ഷേ 12th മാനിലേക്ക് വന്നപ്പോഴേക്കും സാറ് ഭയങ്കര റാം കഴിയാറായപ്പോ ഇതാണ് ജിത്ത് ജോസഫ് എന്നായി. പിന്നെ വിളിച്ച സാറ് വിളിയൊക്കെ നിന്നു വരൂ റാം കഴിയാറായപ്പോഴേക്കും കമ്പനി ചെയ്യുന്നുണ്ട്. ആണോ? ലാസ്റ്റ് ഷൂട്ടിന്റെ ഡേ എന്നെ ചീത്ത പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ടല്ലോ. അത് പറയും, അത് വേറെ കാര്യം. അതല്ല, വേറെ പാപ്പച്ചൻ വേറെ. നമ്മള് സിനിമയിൽ എന്താ പറയാ, പെർഫോമൻസ് ശരിയായില്ലെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായി അല്ല വേറെ ഇതായ നമ്മൾ പറയും. അത് പക്ഷേ എന്നറിയോ, സുഹൃത്തുക്കളോടെ ഞാൻ പറയുള്ളൂ. ഇപ്പം നമുക്ക് അങ്ങനെ വലിയ അടുപ്പം ഇതില്ലാത്തവരോട് ഞാനൊന്നും മിണ്ടില്ല, അങ്ങ് മാറി കിടക്കുക. കാരണം അവർക്ക് അറിയാം ഞാൻ എന്ത് ഇതിലാണ് പറയുന്നത്, എന്താണ് ആവശ്യം എന്നുള്ളത്. ഇപ്പം ഞാനിപ്പം എൻ്റെ സെറ്റിൽ ഏറ്റവും കൂടുതൽ വഴക്ക് പറഞ്ഞിട്ടുള്ള ഒരാളായിരിക്കും ലിൻഡ. കോസ്റ്റ്യൂമിൽ എന്തെങ്കിലും വേണ്ട, അപ്പോൾ ലിൻഡ പറയും എന്നോട് മാത്രം, ഞാൻ പിന്നെ നിന്നോടാകുമ്പോൾ എനിക്ക് ധൈര്യമായിട്ട് പറയാം. അങ്ങനെ നല്ല സൗഹൃദം. ഇപ്പോൾ സതീഷ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരുത്. പിന്നെ അതുപോലെ ശാന്തി എൻ്റെ ഒരു നല്ല ഫ്രണ്ടാണ്. അപ്പോൾ പുള്ളിക്കാരത്തി ആണെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ പറയും, ഞങ്ങൾ തമ്മിൽ ഉടക്കുണ്ടാവും. അപ്പം സൗഹൃദങ്ങളുള്ളവരുമായിട്ട് നമുക്ക് ഓപ്പണായിട്ട് പറയാം. ആ സമയം ഇതൊന്നും ഇല്ലാത്ത ആൾക്കാരോട് നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഹേർട്ടാവും, അവർക്ക് മനസ്സിലാവില്ല, മറ്റുള്ളവർക്ക് മനസ്സിലാവും. ഈ ബീയിങ് ഡിപ്ലോമാറ്റിക് ഉണ്ടല്ലോ ചില സ്ഥലങ്ങളിൽ, ടു യുവർ ആക്ടേഴ്സ് അല്ലെങ്കിൽ ടു യുവർ കോവർക്കേഴ്സ്, അത് ആക്ച്വലി ഈസിയാണോ സാറിന്? ഈസി ഒന്നുമല്ല. ചില സമയത്ത് ചില ആർട്ടിസ്റ്റുകൾ ബിഹേവ് ചെയ്യുന്ന രീതി, ചിലർ നമ്മളോട് ഇത് ചെയ്യുന്ന രീതി നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന. പക്ഷെ ഞാൻ ഒരിക്കലും അവരോട് വഴക്കുണ്ടാക്കാനും അല്ല ഇത് ചെയ്യാനും പോകില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എൻഡ് ഓഫ് ദി ഡേ അവർ പെർഫോം ചെയ്യാനുള്ളവരാണ്, അവരെ ഇറിറ്റേറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോഴും സഹിച്ച് പിടിച്ച് നമ്മൾ സ്നേഹത്തോടെ തരും. പക്ഷേ ചില ആർട്ടിസ്റ്റിനോട് ഞാൻ സ്ട്രൈറ്റ് പോയി മുഖത്ത് നോക്കി പബ്ലിക്കായിട്ടല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഒട്ടും വർക്കായിട്ടില്ല കേട്ടോ നിങ്ങളുടെ ഈ ആറ്റിറ്റ്യൂഡ്. അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചിലർക്ക് അത് മനസ്സിലായിട്ടുണ്ട്, ചിലർ അതിൻ്റെ എനിക്ക് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. വളരെ സീനിയറായിട്ടുള്ള ഒരു ആക്ടർ, പേര് പറയുന്നില്ല. ഒരിക്കൽ രാവിലെ ലൊക്കേഷനിൽ വരാമെന്ന് പറഞ്ഞ് ഷൂട്ടിന് വരുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഷൂട്ട് ചെയ്യാനായിട്ട് എല്ലാം റെഡിയായി ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പുള്ളി വേറെ സ്ഥലത്ത് വേറെ ലൊക്കേഷനിലേക്ക് കയറിപ്പോയിക്കൊണ്ടിരിക്കുക. ഞാൻ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞു എന്നോട് ഈ തെണ്ടിത്തരം കാണിക്കരുതായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ പറഞ്ഞു, സീനിയർ ആക്ടറാണ്. ഞാൻ എനിക്ക് ഒന്നല്ല ജിത്തു ഇങ്ങനെ, ഞാൻ അറ്റ്ലീസ്റ്റ് എന്നോടൊരു വാക്ക് പറയാമായിരുന്നല്ലോ, എന്നോട് തന്നെ അത് പറയാതെ അത് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായി. നമ്മളത് പുള്ളി ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഓടിപ്പാഞ്ഞെത്തി, എന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ജിത്തു അങ്ങനെ ഇങ്ങനെയാണ്. അപ്പോൾ പിന്നെ ഞാനതങ്ങ് വിട്ടു. പക്ഷേ എനിക്കത് അദ്ദേഹത്തിനോട് പറയാനുള്ള ഫ്രീഡം ഉള്ളൊരു സീനിയർ ആക്ടറാണ്. അദ്ദേഹത്തിന് മനസ്സിലായി എൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലായി. പറയണ്ട, അങ്ങനെ തോന്നുന്ന ഒരു സിറ്റുവേഷനിൽ പറയും. മനസ്സിലായി. ഈ അത് പിന്നീട് അങ്ങോട്ട് ഒരു സിനിമ ആലോചിക്കുമ്പോൾ ഈ നോട്ട് ബീയിങ് പ്രൊഫഷണൽ എന്നുള്ളതൊരു ഒരു ബാരിയർ ആയിട്ട് വരുമോ? ഞാൻ ഇന്നേ വരെ ആരോടും കാണിച്ചിട്ടില്ല, ഒരാൾ ഒഴിച്ച്. അത് ആരാണ്? അത് ഇത്രയും നേരം സംസാരിച്ചൊന്നും വരില്ല. അല്ല, ഒരാളൊഴിച്ച് അത് ക്ലിയർ ചെയ്തു, ക്ലിയർ ചെയ്തു. പറഞ്ഞല്ല, വേറെ രീതി ക്ലിയർ ചെയ്തു, പിന്നെ പറയാം. ഇപ്പൊ പറയുന്നില്ല എന്ന്. ഒരു 7 വൈനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു, ഒരു ഷോർട്സ് കണ്ടതാണ്. അപ്പോൾ അതായത് നമ്മുടെ ലൈഫിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്ത് ഗോൾ ഉണ്ടെങ്കിലും WHY അതൊരു 7 എണ്ണം ഞാൻ വൈൻ
വൈനല്ല, ഏഴ് W. വൈകുന്നേരം. ഞാനും വൈകുന്ന കേട്ടെ. ഒന്നാമത് വൈകുന്നേരമായേ. അറിയോ രസം എന്താന്നറിയോ, നിങ്ങൾ കണ്ടില്ലല്ലോ 7 വൈൻ അങ്ങനെ വന്നു ഓട്ടോമാറ്റിക് റിയാക്ഷൻ. 7 വൈ WHY. അത് ചോദിച്ചാൽ യു ഗെറ്റ് ദി ആൻസർ ആൻഡ് നിങ്ങളുടെ ഗോൾ ആണെങ്കിലും സങ്കടമാണെങ്കിലും ഇതൊക്കെ നിങ്ങളുടെ ഉള്ളിലാണ് കിടക്കുന്നത് എന്ന് മനസ്സിലാവുന്ന പറഞ്ഞു. അപ്പൊ ഞാൻ അത് ആ സാധനം പോസ് ചെയ്തു റീൽ കേട്ടോ. എന്നിട്ട് ഐ വാസ് ട്രൈങ് സംതിങ്. മാൻ എനിക്ക് രണ്ടിന്ന് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. എപ്പോഴെങ്കിലും അങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ട്? അതായത് ഈ 7 വൈസിന്റെ ഒരു തിയറി ഉണ്ടല്ലോ സ്വന്തം ലൈഫിൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതായത് ഞാൻ ഏതൊരു കാര്യത്തിലും ഐ ബിലീവ് ദാറ്റ് വി ഹാവ് ഓൺലി വൺ റീസൺ ഫോർ റിയലി ബീങ് ഹിയർ. ഇറ്റ് ഇസ് ടു ഇവോൾവ് ഇൻ ടു ദ ബെസ്റ്റ് വേർഷൻ ഓഫ് അവർ സെൽഫ്സ്. അതിനാണ് എല്ലാ എക്സ്പീരിയൻസും നമ്മൾ യൂസ് ചെയ്യുന്നത്. അതെ. ഇപ്പൊ ഈ ഇന്റർവ്യൂന്നും നമ്മൾ ഇതിനേക്കാളും ബെറ്റർ ആവണം എന്ന് വിചാരിച്ചുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇതോട് കൂടിയിട്ട് എനിക്ക് ഒന്ന് അധപതിക്കണം കുറച്ച് എന്ന് വിചാരിച്ച ആരും വി ആർ ഓൾ ആസ് ഹ്യൂമൻ ബീങ്സ് ട്രൈങ് ടു ഇവോൾവ്. സോ അതിൻ്റെ ഭാഗമായിട്ട് കണ്ടുപിടിച്ചിട്ടുള്ള കുറച്ച് ടൂൾസ് ആണിത്. ഇത് ഞാൻ കണ്ടുപിടിച്ചതൊന്നുമല്ല. ദിസ് എ വെരി ഫേമസ് ടെക്നിക്ക്. ഇത് ആരാ കണ്ടുപിടിച്ചതെന്ന് എനിക്ക് തന്നെ ഇപ്പോൾ അറിയില്ല. ബട്ട് ഇറ്റ്സ് എ വെരി ഇഫക്റ്റീവ് ടെക്നിക്ക്. നമുക്കൊരു ഗോൾ ഉണ്ടെങ്കിൽ പലരും പറയും ഞാനിവിടെ സ്റ്റക്കാണ്, എനിക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ട് പക്ഷെ എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല. അവിടെയാണ് ആക്ച്വലി ഇത് യൂസ് ചെയ്യേണ്ടത്. എന്തുകൊണ്ട് പറ്റുന്നില്ല എന്നെത്താൻ വേണ്ടി you ask why. So first you ask why is this important to you. So എന്തോ ഒരു കാര്യം പറയും, ഓക്കെ സോ why that. അപ്പോൾ നമ്മൾ അതിന് ഉത്തരം പറയും. തേർഡ് വൈ ആകുമ്പോഴേക്കും ഓൾമോസ്റ്റ് എല്ലാവരും ഈ പറഞ്ഞ പോലെ സ്റ്റക്ക് ആവും. ദാറ്റ് ഇസ് വെർ ദ ബ്ലോക്ക് ഇസ്. അവിടെ നിങ്ങൾ പെർസിസ്റ്റൻ്റ് ആയിട്ട് നിന്നാൽ മതി. ബിക്കോസ് ഉത്തരം പറഞ്ഞേ പറ്റുള്ളൂ. നിങ്ങൾ സ്റ്റക്കാണെന്ന് നിങ്ങൾ പറയുന്നു. വൈ ആർ യു സ്റ്റക്ക് ദർ എന്ന് നിങ്ങൾ കണ്ടുപിടിക്കുന്നതോടുകൂടെ വലിയൊരു ബ്രേക്ക് ത്രൂ സംഭവിക്കും. പക്ഷെ ആ ബ്രേക്ക് ത്രൂവിന് മുമ്പ് ഒരു ബ്രേക്ക് ഡൗൺ സംഭവിക്കും. ബിഫോർ എവറി ബ്രേക്ക് ത്രൂ ദർ ഇസ് എ ബ്രേക്ക് ഡൗൺ. ബിക്കോസ് ഉള്ള സ്ട്രക്ചറിനെ ബ്രേക്ക് ഡൗൺ ചെയ്താലേ നെക്സ്റ്റ് ലെവൽ വരുള്ളൂ. ആൻഡ് ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് പ്രോസസ് ബിക്കോസ് യു ആർ ഗോയിങ് ടു ഡീൽ വിത്ത് യുവർ മെൻറ്റൽ ബ്ലോക്സ് ഓർ നിങ്ങൾ റിപ്രസ് ചെയ്ത നിങ്ങളുടെ ഒരു ഷാഡോ സെൽഫ്. ഇത് ഞാനല്ല, ഞാൻ അങ്ങനത്തെ ഒരാളെ അല്ല എന്ന് പറയുന്ന എന്തോ ഒരു സാധനമാണ് അവിടെ ഇരിക്കുന്നത് അടിയിൽ. അപ്പോൾ അത് നമ്മൾ തന്നെ ഇപ്പുറത്തുനിന്ന് ഡോറ് തുറക്കാൻ നോക്കുകയും ഇപ്പുറത്തെ കാലുകൊണ്ട് അതിനെ ചവിട്ടി അടയ്ക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ്സ് വൈ യു ആർ നോട്ട് ഏബിൾ ടു മൂവ് അഹെഡ്. അപ്പോൾ വളരെ ഡിഫിക്കൽട്ട് ആണ് ആ പ്രോസസ്. ഇറ്റ്സ് നോട്ട് ഈസി. ഇഫ് യു ഡു ഇറ്റ് ഓൺ ആൻ ഇന്റർവ്യൂ ചവിട്ടുന്നുണ്ട് വലിക്കുന്നുണ്ട് ഒരുമിച്ച്. പ്രശ്നക്കാർക്കാണ് പ്രശ്നം. ഞാൻ 5 വഴി ഈസി ആയിട്ട് ഇത് ചെയ്തു, എനിക്ക് പ്രശ്നമില്ല. സാർ എപ്പോ ചെയ്തു? ഞാൻ കുറച്ചു മുമ്പ് ചെയ്തായിരുന്നു. ഞങ്ങൾ കണ്ടായിരുന്നു. ശരിയാ, കണ്ടായിരുന്നു. അതെ, ഒരു റൈറ്ററിന് കൊടുക്കേണ്ട സപ്പോർട്ട് സിനിമയിൽ കൊടുത്തില്ലേ? ഇവിടെ വേണ്ട, ഓക്കെയാണ്, സെറ്റാണ്. ബേസിക്കലി ഈ വഴി കടന്നു പോകാൻ പറ്റാത്തവര് ആക്സലറേറ്ററും ബ്രേക്കും ഒരുമിച്ച് ചവിട്ടുന്നവരാണ്. ഓ ഓക്കെ ഓക്കെ, അത്രേ ഉള്ളൂ. അതിനി എവിടെയെങ്കിലും ഒരു ഇന്റർവ്യൂവിൽ പോയിരുന്നത് ചെയ്യണ്ട കേട്ടോ. ഒന്നല്ലെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ ഇന്റർവ്യൂയി കരയും. ബേസിക്കലി നമ്മളെല്ലാം ഒരു കുറെ ഏരിയ ഉണ്ട് പ്രിറ്റൻഡ് ചെയ്ത് നിൽക്കുന്നത്. ആ പ്രിറ്റൻഡ് ചെയ്യുന്ന സാധനം പോണം. അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ റെഡി ആവണം. നിങ്ങൾ നാട്ടുകാരുടെ മുമ്പിൽ പ്രിറ്റൻഡ് ചെയ്തോ, നിങ്ങൾ വീട്ടുകാരുടെ മുമ്പിൽ പ്രിറ്റൻഡ് ചെയ്തോ, നമ്മൾ അത് പല റീസൺസിന് വേണ്ടിയിട്ടായിരിക്കും. വേറൊരാളെ വിഷമിപ്പിക്കാണ്ടിരിക്കാൻ വേണ്ടി ഇപ്പൊ നമ്മൾ ഡിപ്ലോമാറ്റിക് ആയിട്ട് ബിഹേവ് ചെയ്താൽ ഇറ്റ്സ് ഓക്കെ. ഡോണ്ട് ഡു ഇറ്റ് ടു യുവർ സെൽഫ്. ഇഫ് യു ആർ ഡൂയിങ് ദാറ്റ് യു ആർ ഗോയിങ് ടു സ്ട്രഗിൾ എ ലോട്ട്. നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ ഒരു ലോക്ക് വീഴും. എന്നിട്ട് നിങ്ങൾക്കേ അറിയാം ലോക്ക് വീണിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഇറ്റ്സ് ലൈക്ക് നിങ്ങളൊരു റൂമിൻ്റെ അകത്ത് കയറി ലോക്ക് ചെയ്തിട്ട് അതിൻ്റെ വിൻഡോ വഴി കീ എടുത്ത് പുറത്തിട്ട പോലെ ആയിപ്പോവും. പിന്നെ നിങ്ങൾക്കേ തുറക്കാൻ പറ്റില്ല. ബാക്കി നാട്ടുകാർക്ക് മുഴുവൻ കാണാം അവിടെ ഒരു ബ്ലോക്ക് ഉണ്ടല്ലോ എന്ന്. പക്ഷെ നിങ്ങൾക്ക് കാണാൻ പറ്റാണ്ടായി പോവും. നമുക്ക് നമ്മുടെ തന്നെ മുഖം കാണാനില്ലല്ലോ. അതേപോലെ സോ ജസ്റ്റ് ബി ട്രൂത്ത്ഫുൾ വിത്ത് യുവർ സെൽഫ്. വേർ എവർ യു ഫൈൻഡ് ദാറ്റ് ബ്ലോക്ക് ആസ്ക് വൈ ടു ഫ്രീ യുവർ സെൽഫ്. നിങ്ങൾ എത്രത്തോളം ഫ്രീ ആവുന്നോ എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ മെക്കെട്ട് കയറാനുള്ള ഫ്രീഡം അല്ല, നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കാനുള്ള ഫ്രീഡമിനുള്ള ടൂളാണ്. ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ ഈസി. അല്ല ഞാൻ സീരിയസ്ലി പറഞ്ഞില്ല. ഈ വൈ ചോദിക്കുമ്പോ നമുക്ക് അതായത് എന്ത് ശരിക്കും വേണ്ട, എന്ത് ശരിക്കും ഈ സാധനത്തിന് ഒരു ഉത്തരവില്ല. കുറച്ചേരം അവിടെ സ്റ്റക്ക് ആവും. അതാണ്. ഇഫ് ദർ ഇസ് വൺ വാല്യൂ ദാറ്റ് യു ഹോൾഡ് ഓൺ ടു ലൈഫ് ത്രൂ, ഇപ്പൊ അങ്ങോട്ട് മുന്നോട്ട് വന്നൊരു ഒറ്റ വാല്യൂ, വാട്ട് ഇസ് ഇറ്റ്? ഇറ്റ്സ് ഓൾവേസ് ബീൻ വൺ തിങ്, ഫ്രീഡം. അന്നും എന്നും എപ്പോഴും. ഓക്കെ, ഈ നമ്മളിപ്പോ അതായത് ഈ ജീത്തു ജോസഫ് സിനിമ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇതുണ്ടല്ലോ, അതായത് അല്ല ആ സ്റ്റക്ക് ഞാൻ പോന്നു ശർമ്മ ഞാൻ പോന്നു. ഇപ്പൊ നമ്മൾ ബാക്ക് ടു വലതുവശത്തെ കള്ളൻ. നമ്മൾ ഈ ജീത്തു ജോസഫ് സിനിമ എന്ന് പറയുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുണ്ട്. ആ ടിക്കറ്റ് ബുക്ക് ആവും. അത് ആ ബ്രാൻഡിൻ്റെ ഉള്ളൊരു ഗുണമാണ്. ആ
പ്രഷർ എപ്പോഴെങ്കിലും സാറിന് ഫീൽ ചെയ്തിട്ടുണ്ടോ? അതായത് ഐ ഹാവ് ടു ഡെലിവർ ദിസ് തിങ്, എനിക്ക് അങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് ടു ദി ടീം എന്നുള്ളത്? അല്ല, റെസ്പോൺസിബിലിറ്റി എനിക്കെന്നല്ല, എല്ലാ എല്ലാ ഫിലിം ഡയറക്ടേഴ്സിനും ഉണ്ട്. റെസ്പോൺസിബിലിറ്റി ഉണ്ടാവണം. അതുണ്ടായേ പറ്റുള്ളൂ. അത് എനിക്ക് ആരാധകരോട് പ്രേക്ഷകരോടുണ്ട്, എൻ്റെ പ്രൊഡ്യൂസേഴ്സിനോടുണ്ട്, എൻ്റെ കോ വർക്കേഴ്സിനോടുണ്ട്, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആർട്ടിസ്റ്റിനോടുണ്ട്. ഇവരെല്ലാം വിശ്വസിച്ച് വരുമല്ലേ, മനസ്സിലായോ? അപ്പം ആ പ്രഷർ, ആ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഉറപ്പായിട്ടുമുണ്ട്. അതിന് ഞാൻ എന്താ ചെയ്യാൻ പറ്റുക? ഞാൻ സിൻസിയറായിട്ട് അതിനെ എൻ്റേതായ രീതിയിൽ അപ്രോച്ച് ചെയ്യുക. അതിനകത്ത് പാളിച്ച പറ്റും, പക്ഷെ ഞാൻ സിൻസിയറായിട്ട് അപ്രോച്ച് ചെയ്യുന്നു, മനസ്സിലായോ? ഞാനത് അതായത് അവിടെ ഒരു വേണ്ട രീതിയിലുള്ള ഹോംവർക്ക് നടത്താതെ, അല്ലെങ്കിൽ വേണ്ട രീതിയിലുള്ള ഒരു പ്രിക്കോഷൻസ് എടുക്കുക, അല്ലെങ്കിൽ സ്റ്റഡി ചെയ്യാതെ ഇറങ്ങാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ സ്ക്രിപ്റ്റാണെങ്കിലും വേറൊരാളുടെ സ്ക്രിപ്റ്റ് വരുവാണെങ്കിലും ഞാനത് ഡിസ്കഷൻ ഇടുന്നതും ഫീഡ്ബാക്കിന് ഇടുന്നതും ഇതെല്ലാം എടുക്കുന്നത്. കാരണം ഞാൻ മാത്രം ചിന്തിച്ച് ഞാൻ മാത്രം ശരി എന്ന് പറഞ്ഞ് പോയാൻ എനിക്ക് പറ്റത്തില്ല. അങ്ങനെ പോകുമ്പോൾ അതിനകത്തൊരു ഒത്തിരി പേര് ആ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമാണ്. പക്ഷെ എന്നാലും ചിലത് പാളിപ്പോകാം. അപ്പോഴും എൻ്റെ പ്രൊഡ്യൂസറും ഇവരും പലപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ബട്ട് ആ എഫേർട്ട് ഇട്ടിട്ടുണ്ട് നിങ്ങൾ. പിന്നെ പിന്നെ ഞാൻ അതിനകത്ത് ഇതൊരു സിനിമ എന്ന് പറയുന്നത് ഭയങ്കര ഇതിൻ്റെ വേറൊരു ഏരിയ ഉണ്ട്, എല്ലാവർക്കും അറിയാവുന്ന ഏരിയ തന്നെ. സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലേ ഉണ്ടല്ലോ, ഒരു പ്രൊഡ്യൂസറെ കുത്തുവാളെടുപ്പിക്കാൻ വേറൊന്നും വേണ്ട. ഇപ്പം ഇതിനകത്ത് ഞാൻ ചെയ്ത സിനിമകളിലെല്ലാം ഇപ്പം സോക്കോൾഡ് ആ പടം ഉദ്ദേശിച്ച പോലെ വന്നില്ല എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഫിനാൻഷ്യലി അത് സർവൈവ് ചെയ്ത പടങ്ങളാണ്. ഇപ്പം അതായത് പ്രൊഡ്യൂസറിന് നഷ്ടമായിട്ട് തിയേറ്ററിക്കൽ കളക്ഷൻ മാത്രമല്ല, നമുക്ക് ഇതിനകത്തൊരു ബിസിനസ് ഉണ്ട്. അപ്പം നമ്മളിപ്പം മിറാഷ് എന്ന് പറയുന്ന സിനിമ ഇത് ചെയ്തു, അത് നമ്മളതിൻ്റെ സാറ്റലൈറ്റ് വിറ്റു, അതിൻ്റെ വന്ന് തിയേറ്റർ കളക്ഷൻ ഇത് വെച്ചിട്ട് പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞു വി ആർ സേഫ്. പക്ഷേ നമ്മൾ അതെല്ലാം ഉദ്ദേശിച്ചിരുന്നത്, നമ്മളതിനേക്കാൾ. പക്ഷേ ഞാനതെപ്പോഴും നോക്കാറുണ്ട്. കാരണം ഒരു പ്രോപ്പർ പ്ലാനിങ് ഇല്ലാതെ, പ്രോപ്പർ ഒരു എന്താ പറയുക, ഒരു പ്രീ പ്രൊഡക്ഷൻ വർക്ക് ഇല്ലാതെ ഇറങ്ങി തിരിച്ചാൽ കയ്യിൽ നിന്ന് ചുമ്മാ പ്രൊഡക്ഷൻ കോസ്റ്റ് കയറും. ആ വേസ്റ്റേജ് ഉണ്ടാക്കാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വളരെ പർട്ടിക്കുലർ അങ്ങനത്തെ കാര്യത്തിലൊക്കെ. കാരണം എനിക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. പിന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസ്, തിയേറ്ററിൽ വരുന്ന ഓഡിയൻസിന് ഞാൻ എൻ്റെ ഉദ്ദേശിക്കുന്ന ഒരു എക്സ്പീരിയൻസ് കൊടുക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ അത് പെർസ്പെക്റ്റീവാണ്. ചിലർക്ക് ചിലത് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. പക്ഷേ മജോറിറ്റി ഇഷ്ടപ്പെടുമ്പോൾ അത് ഹിറ്റാകുന്നു. അപ്പം ആസ് എ ഫിലിം മേക്കർ എനിക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. പക്ഷേ ഞാൻ ഓൾറെഡി ഒരു പരിധിക്കപ്പുറം ടെൻസ്ഡ് ആവാറില്ല. അതിൻ്റെ കാരണം ഞാൻ എൻ്റെ അമ്മച്ചി എപ്പോഴും എന്നോട് പറയും, നീ നിൻ്റെ ബെസ്റ്റ് ചെയ്യുക, ബാക്കി ദൈവത്തിന് വിട്ടുകൊടുത്തേക്കുക എന്ന് പറയുന്ന പോലെ എൻ്റെ കഴിവിൻ്റെ പരമാവധിയിൽ നിന്ന് ഞാൻ മാക്സിമം ചെയ്യാറുണ്ട്. ഒരിക്കൽ ഒരു പയ്യൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എന്നെ ശരിക്കും ഒരിടത്ത് പബ്ലിക് ഒരു സ്ഥലത്ത് ഒരു ഫംഗ്ഷൻ കണ്ടപ്പം ചിലർ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ അവൻ പറഞ്ഞത്. വന്നിട്ട് പിന്നെ ചേട്ടൻ അത് അങ്ങനത്തെ ഇത് എന്തോ ചെയ്തു, ഞാൻ മറന്നുപോയി. ഞാൻ അതിന് ഞാൻ കൊടുത്ത മറുപടി ഇതാ, മോനെ എനിക്ക് ഇത്രയൊക്കെ കഴിവേ ഉള്ളൂ, എൻ്റെ കഴിവിൻ്റെ മാക്സിമം ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അല്ല, ഞാൻ അവനോട് എന്നാ പറയുക, ഞാനത് സത്യസന്ധമായിട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ചെയ്യുന്നുണ്ട്. ഒരു കഥയെ കാണുമ്പോൾ അതിനെ ഇങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ അതങ്ങനെ ചെയ്യുന്നു. അതിനകത്ത് ഞാൻ ഫീഡ്ബാക്ക്സ് കൊടുക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഒരു ഇതിൽ മാത്രമല്ല, ഡിസ്കസ് ചെയ്ത് ചിലത് ഇപ്പോൾ ഇതിനകത്ത് ഞാനും ഡിനു ഈയിടെ കഴിഞ്ഞ ദിവസം എന്നോടൊരു ചോദിച്ചു, സാറേ നമുക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്താലോ. അവന് ഡിനുവിൻ്റെ ആവശ്യമില്ല, കാരണം ഞാനത് ഉറച്ച് വിശ്വസിക്കുന്നു. മേ ബി ഐ എം റോങ്, പക്ഷേ അതെൻ്റെ ഒരു വിശ്വാസമാണ്. അപ്പോൾ അതിന് ഞാൻ ഇച്ചിരി കൺഫ്യൂസ് ആണെങ്കിൽ അങ്ങനെ നോക്കണം. അപ്പോൾ നമ്മളൊരു ഫീഡ്ബാക്ക് എടുക്കും. അപ്പോൾ അങ്ങനത്തെ ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ ആ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായിട്ടാണ് ഞാനത് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ടെൻഷനൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഇവൻ ഈ പ്രൊമോഷൻസിന് വന്നിരിക്കുന്ന എത്ര ലൈക്ക് ഫേമസ് ഡയറക്ടേഴ്സ് ഒരുപാട് വന്ന് അവരുടെ മൂവിയുടെ പ്രൊമോഷൻസിന് വന്നിരിക്കാറില്ല. ഐ തിങ്ക് ദാറ്റ് ഇസ് എ റെസ്പോൺസിബിലിറ്റി ടു ദ പ്രൊഡ്യൂസർ ആൻഡ് ടു ദ ഓഡിയൻസ് ആൻഡ് ടു അസ് ആക്ടേഴ്സ്. ലൈക്ക് ഞങ്ങളോട് നിങ്ങൾ എങ്ങനെയെങ്കിലും ഇപ്പോൾ പടം പ്രൊമോട്ട് ചെയ്യും, നിങ്ങളുടെ ജോലിയാണെന്നുള്ള പോലെ അല്ല ട്രീറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് റെയർ. ഇപ്പം ശരിക്കും പറഞ്ഞാൽ പ്രൊമോഷൻ, ഇപ്പം നമുക്ക് ഇത് ടോപ്പിക്ക് വന്നുകൊണ്ട് വരും, ഈ പ്രൊമോഷന് പലരും മടി കാണിക്കുന്നുണ്ട്. അതിനകത്ത് കുറച്ച് ഒരു കാരണമുണ്ട്. ഒരു സിനിമയെക്കുറിച്ച് ഈ ചോദിക്കുന്ന ഇതിപ്പോൾ ഇന്നത്തെ ആറാമത്തെ ഇതാണ്. ഫസ്റ്റ് തൊട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഏതാണ്ട് സെയിമാണ്. ഞങ്ങൾ ഈ പറഞ്ഞ കാര്യം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ അങ്ങ് എക്സോസ്റ്റഡ് ആവും. പക്ഷേ ഇത് രാത്രി 10 വരെ പോയാലും ഞാനിരിക്കും, ഞാൻ ഇരുന്നേ പറ്റൂ. അതെൻ്റെ കടമയുടെ ഭാഗമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അത് എനിക്ക് എൻ്റെ സിനിമയുടെ പ്രൊഡ്യൂസറോടുള്ള എൻ്റെ കമ്മിറ്റ്മെൻറ്റാണ്.
അത് ഞാൻ ഈ പറയുന്നത് കൊണ്ട് എവിടെയെങ്കിലും ഒരു പ്രൊമോഷൻ സൈഡിൽ ഗുണം കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ. അത് ഞാൻ മാത്രമല്ല, നമ്മുടെ ആർട്ടിസ്റ്റും ബാക്കി ടെക്നീഷ്യൻസും എല്ലാവരും അങ്ങനെ കരുതുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. പിന്നെ ചിലർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും, എനിക്കറിയില്ല. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പൊ ഈ ഒരു സിനിമ കഴിയുമ്പോഴേ വേർ ഡിഡ് ഐ ഗോ റോങ്, എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ വേർ ഡിഡ് ഐ ഗോ റോങ് എന്നൊരു റിവ്യൂ നടത്തുമോ സാറ്? ഡെഫിനറ്റ്ലി, അത് ഉറപ്പായിട്ടും ഉണ്ട്. അത് ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഇതൊന്നും നോക്കിയിട്ടല്ല, നമുക്ക് ജെന്യൂനായിട്ട് നമുക്ക് അതിനെക്കുറിച്ചുള്ള ഇത് കിട്ടും. എന്താണ് അപ്പം ഒരു ഇത് കിട്ടും. ഞാനത് പലരോട് ചോദിക്കും, എവിടെയാണ് നിങ്ങൾക്ക് തോന്നിയത്, എവിടെയാണ്. അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ജനറൽ ആയിട്ടൊരു ഒപ്പീനിയൻ കിട്ടും. ഈ സോഷ്യൽ മീഡിയയിലെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പെയ്ഡ് റൈറ്റേഴ്സും അങ്ങനത്തെ പല സെക്ഷനുണ്ട്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ തന്നെ ജെന്യൂനായിട്ട് എഴുതുന്നവരുണ്ട്. അത് നമുക്ക് എഴുതുന്ന കാണുമ്പോൾ അറിയാം, മനസ്സിലായോ? അതുപോലെ തന്നെ ഞാൻ അല്ലാതെ ചോദിക്കും, നമ്മളോട് മുഖത്ത് നോക്കി പറയുന്നവരൊക്കെ ഞാൻ ചോദിച്ചാൽ എവിടെയാണ് ഇത് അതൊക്കെയാണ് ഇത്, പക്ഷെ അവിടെ അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലേ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അത് അടുത്ത സിനിമയിൽ അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോൾ അത് റെക്ടിഫൈ ചെയ്യാൻ നോക്കും. ഇതൊരു ലേണിംഗ് പ്രോസസ്സാണ്. കാരണം എന്താണെന്നറിയോ, വർഷങ്ങൾ കഴിയും തോറും ഓഡിയൻസിൻ്റെ ടേസ്റ്റ് മാറുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ അപ്ഡേറ്റായി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഇതിങ്ങനെ പഠിച്ചുകൊണ്ടേ ഇരിക്കുക, അല്ലെങ്കിൽ ഇത് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളൊരു സംഭവം തന്നെയാണ്. ഇപ്പോൾ ഇഫ് ഐ മേ ആസ്ക്, ഈ മിറാജിന്റെ കേസിൽ വാട്ട് ഡു യു തിങ്ക് ഹാപ്പൻഡ്? ഇപ്പോൾ സാർ ഈ എടുത്തൊരു റിവ്യൂവിൽ വാട്ട് ഡു യു തിങ്ക്, എന്താണ് അവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നതെന്ന് തോന്നുന്നു? അല്ല, മിറാഷിൻ്റെ അതിനകത്ത് അത് തുടക്കത്തിന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. അറിയാമെന്ന് വെച്ചാൽ ഇമോഷൻ അതിനകത്ത് ഇച്ചിരി പ്രശ്നമാണ്. കാരണം അതിനകത്ത് എല്ലാവരും ഗ്രേയാണ്, നമ്മൾ ആരുടെ കൂടെ നിൽക്കും എന്നുള്ളൊരു ചോദ്യം. ഇമോഷൻ്റെ പ്രശ്നം അതിനകത്ത് ഭയങ്കരമായിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് ഞാൻ വിശ്വസിച്ചിരുന്നൊരു കാര്യമുണ്ട്. മിറാഷ് എഫക്റ്റ് എന്ന് പറയുന്ന സാധനം കുറേ എല്ലാ ക്യാരക്ടേഴ്സിലും കാണിച്ച് കൊണ്ടുപോയി അവസാനത്തെ ആസിഫിൻ്റെ ഇതിനാണ് ഞങ്ങളൊരു ഇമ്പാക്റ്റ് പ്രതീക്ഷിക്കുന്നത്. കുറേ പേർക്ക് കിട്ടി, കുറേ പേർക്ക് അത് ഇമ്പാക്റ്റ് ഇല്ല. കുറേ പേർക്ക് തുടക്കം ജോസഫിനോട് ഇതൊക്കെ വളരെ പ്രൊഡിക്റ്റബിളായ എന്ന് പറയുന്ന സാധനമുണ്ട്. ഞങ്ങളതിനകത്തെ ക്യാരക്ടർ എന്താ പറയുക, മിറാഷ് എഫക്റ്റ് അതാണ് ഉദ്ദേശിച്ചത്. പക്ഷേ അത് മേ ബി അത് ഞങ്ങളുടെ പാളിച്ചായിരിക്കാം. ഞങ്ങളത് നേരത്തെ കാണണമായിരുന്നു, മനസ്സിലായോ? അത് ഞങ്ങളുടെ കാൽക്കുലേഷനിൽ എവിടെയെങ്കിലും പാളിയതായിരിക്കാം. അപ്പം നമ്മളതിനെ ഇത് ചെയ്തു. പിന്നെ എപ്പോഴും ഇമോഷൻ വളരെ ഇമ്പോർട്ടൻ്റാണ്. പക്ഷേ ത്രൂ ഔട്ട് എല്ലാ ക്യാരക്ടറും ഗ്രേ. അതിനകത്ത് SP-യുടെ ക്യാരക്ടർ എല്ലാവരും അവനെന്തോ അഭ്യാസത്തിന് അയാൾ ആക്ച്വലി നല്ലൊരു മനുഷ്യനാണ്, മനസ്സിലായോ? അതാണ് അങ്ങനെയാണ് തിരിയുന്നത്. അപ്പം ഇപ്പം ലൈഫ് ഓഫ് ജോസൂട്ടിയിൽ ഹെലിക്യാമിൻ്റെ കുറേ ഷോട്ട്സ് അന്നത്തെ വലിയൊരു ആരോപണമായിരുന്നു. ഹെലിക്യാം ഷോട്ട്സ് അതൊരു ഏഞ്ചൽ ഡെവിൾ പേഴ്സ്പെക്റ്റീവിലാണ് കഥ പറഞ്ഞത്. അപ്പോൾ എപ്പോഴും അവരെ കാണിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ എല്ലാ സീനിലും ഒരു ഹെലിക്യാമിൽ ഒരു പെർസ്പെക്റ്റീവ് ഷോട്ട് വെച്ചു. പക്ഷേ അത് ആൾക്കാർക്ക് കൺവേ ആയില്ല, മനസ്സിലായി? ചില ഐഡിയാസ് കമ്മ്യൂണിക്കേറ്റ് ആവണമെന്നില്ല, അതാവാം. പിന്നെ ഈ പറഞ്ഞ പോലെ ഇത് ഇമോഷൻ്റെ ഒരു ഭയങ്കരമായ പ്രശ്നം അതിനകത്തുണ്ട്. പിന്നെ കുറേ ആൾക്കാർ മേക്കിംഗ് എന്ന് പറഞ്ഞു. ഞാൻ ആ സിനിമയ്ക്ക് ഏത് രീതിയിലാണ് മേക്കിംഗ് എന്ന് ഞാൻ കൺസീവ് ചെയ്ത് ഞാൻ അതിൻ്റെ രീതിയിലാണ് അത് മേക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് 100 ചുരുമ്പ് പറഞ്ഞ പോലെ ഒരു കഥ എടുത്ത് 10 സംവിധായകരെ കൊടുത്താൽ 10 രീതിയിലായിരിക്കും കൺസീവ് ചെയ്യുന്നത്, മനസ്സിലായോ? അപ്പം അതിനകത്ത് ഇതിനൊരു ഫോർമുല ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവരും ആ ഫോർമുല ചെയ്താൽ മതിയല്ലോ. മനസ്സിലായി. നമ്മൾ ഇവിടെ വരും, കമോൺ ഈ സൈഡിലേക്ക് വരൂ. ഈ നമ്മളൊരു സിനിമ ആവശ്യമില്ലാത്തൊക്കെ പറഞ്ഞ് പുള്ളി അതിൻ്റെ ഇതിൽ നിൽക്കുകയാണ്. അതൊന്നും അത് വിട്ടില്ലേ സുന്ദരി? നമ്മൾ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ അതിന്റെ ഇമോഷൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുമല്ലോ. ഈ അണലി ചെയ്തപ്പോഴുള്ള ഫീൽ എന്തായിരുന്നു? ഞങ്ങൾ അതിന്റെ ഡോക്യുമെന്ററി തന്നെ കണ്ടിട്ട് ഞങ്ങൾ കുറച്ച് കാലം സ്റ്റക്ക് ആയിരുന്നു. അപ്പോൾ വാട്ട് വാസ് യുവർ ഫീൽ ഈ സൈനൈഡ് ജോളിനെ ചെയ്യുമ്പോഴുള്ള ഫീല്? അണലി ചെയ്യുമ്പോൾ ആദ്യം ചെയ്യണോ വേണ്ടിയൊന്ന് കുറേ തലകുത്തി നിന്ന് ആലോചിച്ചിട്ടാ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ചെയ്യാമെന്ന് തീരുമാനിച്ചെന്ന് വെച്ചാൽ ആദ്യത്തെ എന്തോ ഡിസ്കഷനൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ഒരു ആഴ്ച മൈഗ്രെയിൻ അടിച്ചു. എന്നുവെച്ചാൽ ഫുള്ളി നെഗറ്റീവ് കാര്യങ്ങളാണല്ലോ പറയുന്നത്. എനിക്കാണെങ്കിൽ ബിലീവ് ചെയ്യാൻ പറ്റുന്നില്ല ഈ ക്യാരക്ടറിൻ്റെ ഇങ്ങനെ എന്ന് ഒരു ഇതിലേക്ക് എത്താൻ പറ്റണില്ല. എന്നിട്ടല്ലേ നമുക്കിത് ആലോചിച്ച് തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ എടുക്കാനേ പറ്റുന്നില്ല. ഇത് ചെയ്ത് കഴിയുമ്പോഴേക്കും എൻ്റെ ഗ്യാസ് തീരുമല്ലോ എന്നായിരുന്നു ഫസ്റ്റത്തെ ഇത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞിട്ട് ഫസ്റ്റത്തെ ഷെഡ്യൂള് എല്ലാവരുടെ അടുത്ത് തിന്ന് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. തടി വയ്ക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഭക്ഷണം അങ്ങനെ എൻ്റെ ഓർഡറിലേ അല്ലായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ചിങ്ങനെ ലൈഫ് സ്റ്റൈലൊക്കെ കുറച്ച് ഇങ്ങനെ നോക്കി ശ്രദ്ധിച്ചില്ലെങ്കിൽ എനിക്ക് ഐ ഫാൾ സിക്ക് വെരി ഫ്രീക്വൻ്റ്ലി. അപ്പോൾ പിന്നെ ഇതിൻ്റെ കൂടെ സ്ട്രെസ്സ്. പിന്നെ ഞാൻ മറ്റേ അടിമത്തൊഴിലാളി പോലെയായിരുന്നു. രാവിലെ യൂണിറ്റാരുടെ കൂടെ പോവും, രാത്രി യൂണിറ്റാരുടെ കൂടെ തിരിച്ചു വരും. അപ്പോൾ ഡെയിലി
അല്ല, ടൈമിംഗ് വെച്ചിട്ട് ഞാൻ പറഞ്ഞതാ. ഷട്ടപ്പ്. ഇപ്പൊ എനിക്ക് മനസ്സിലായി കേട്ടോ. കണ്ടോ? രാമെന്ന് ഷട്ടപ്പ് തുടങ്ങി എന്നൊക്കെ വലതുവശത്തെ കള്ളനെത്തിയപ്പോ എന്ത് വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അങ്ങനെ അപ്പോൾ കുറച്ച് ഒക്കെ കഴിഞ്ഞപ്പോൾ കിളി പോയി തുടങ്ങി. എന്താ എങ്ങനെയാ, എവിടെയാ, ഞാൻ എവിടെയാ. അപ്പോൾ പക്ഷെ സീൻസ് ഇങ്ങനെ കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ വീട് ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ വീടിൻ്റെ ഉള്ളിൽ തന്നെ അതിൻ്റെ ഉള്ളിലത്തെ മേഡേഴ്സ് ഈ എല്ലാം ഇങ്ങനെ അത് പ്ലാൻ ചെയ്യുന്നത് കുറേ ഓൺ എ ഡെയിലി ബേസിസ് ഇങ്ങനത്തെ പരിപാടിയാണ്. ഫുൾ ഹെക്റ്റിക് ആൻഡ് പീക്ക് ചൂടുള്ള സമയത്തും. അപ്പോൾ മൊത്തത്തിൽ ഇടയ്ക്ക് വെച്ചിട്ട് ഇങ്ങനെ കടുപ്പായി. അത് കഴിഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് മറ്റേ ഡോക്ടറെ വിളിക്കുക, ഹോസ്പിറ്റലിൽ പോവുക, തിരിച്ചു വരിക, അഭിനയിക്കുക, അങ്ങനെയായിരുന്നു. പിന്നെ അതൊന്ന് ബ്രേക്ക് ചെയ്ത് സെക്കൻഡ് ഷെഡ്യൂൾ ആയപ്പോഴാണ് ഞാൻ കുറച്ച് ഹെൽത്തി ആയേ. ഓക്കെ, ഇനി ഞാൻ കുറച്ച് എന്ന് വെച്ചാൽ തടി കുറയ്ക്കണമായിരുന്നു സെക്കൻഡ് ഷെഡ്യൂളിലേക്ക്. അപ്പോൾ കുറച്ച് ഭക്ഷണമൊക്കെ ശരിയാക്കി, ഉറക്കം ശരിയാക്കി, എക്സസൈസ് ചെയ്ത് തുടങ്ങി. എന്നിട്ട് ഇത് ക്യാരക്ടർ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചും കൂടി ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. മറ്റേത് ഇങ്ങനെ അയ്യോ എനിക്ക് ഏറ്റവും കൂടി പറ്റുന്നത് വെച്ചാൽ സ്ട്രെസ് കൂടുമ്പോൾ ഞാൻ കൂട്ടി വെച്ച തടിയൊക്കെ ഞാൻ കുറയായിരുന്നു സെറ്റിൽ വെച്ചിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ചെറിയൊരു പ്രശ്നം റിലീസാവുന്നത് മെയ് എന്ന് പറയുന്നു. പക്ഷേ ഈ വർഷം എന്ന് ഞാൻ വിചാരിക്കുന്നു 26 ഉണ്ടാവുമായിരിക്കും. ദൃശ്യം 3 ഏപ്രിലാണ് എന്നാണ് സാർ പറഞ്ഞത് വെച്ച് ഞങ്ങൾക്ക് മനസ്സിലായത്. ആണോ? ഏപ്രിലാണ്. അനൗൺസ് ചെയ്ത് കണ്ടില്ലായിരുന്നു. ഓക്കെ. അപ്പോൾ ഫഹദ് ഫാസിൽ സിനിമ അതിൻ്റെ കാര്യം എനിക്ക് അറിയില്ല, ഫഹദിനോട് തന്നെ ചോദിക്കണം. അങ്ങനെ ഈ നമ്മുടെ മെമ്മറീസിന്റെ സെക്കൻഡ് പാർട്ട് പോലെ അത് കഴിഞ്ഞിട്ട് പൃഥ്വിരാജൻ ജീത്തു ജോസഫ് ഒന്നിക്കുന്നു നമ്മുടെ കൂമന്റെ റൈറ്ററുമായിട്ട് എന്ന് പറഞ്ഞൊരു ന്യൂസ് വന്നിരുന്നു. ഒരു സബ്ജക്റ്റ് ഡിസ്കഷൻ ഉണ്ട്, പക്ഷെ അതിൻ്റെ ഒന്നും ആയിട്ടില്ല. ഒന്നും സെറ്റ് ആയിട്ടില്ല. ഒന്നും ആയിട്ടില്ല. രാജുവായിട്ട് വേറൊരു പ്രൊജക്റ്റ് ഉണ്ട്, ഇതൊന്നും അല്ലാത്ത വേറൊരു പ്രൊജക്റ്റ്. അത് ഓൾമോസ്റ്റ് രാജു ഓക്കെ പറഞ്ഞിരിക്കുന്നൊരു പ്രൊജക്റ്റാണ്. അതൊക്കെ എന്നാണെന്ന് എനിക്ക്, അതിൻ്റെ സ്ക്രിപ്റ്റൊക്കെ നേരത്തെ റെഡി ആയിട്ടിരിക്കുന്നതാണ്. അത് വേറെ പല, രാജുവും തിരക്കാണ്, ഞാനും തിരക്കാണ്. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ ഒരു വ്യക്തത കിട്ടാനുണ്ട്. ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ ഒന്ന് ഇരുന്നിട്ട് ഒന്ന് ഫിക്സ് ചെയ്യണം. നേരിട്ടു ഇതൊക്കെ എന്നാന്നറിയോ, കുറച്ച് കൺഫ്യൂഷന് നിൽക്കുക. അത് അല്ല, നേരിട്ടുവോ? നേരിട്ടു ഇല്ല, സോറി, ഞാൻ നേരിൻ്റെ ഹിന്ദിയാന്ന് പറഞ്ഞത്. നേരിട്ടു ആയിട്ടൊന്നുമില്ല. ഒരു സ്പിൻ ഓഫ് ചിലപ്പോൾ ആ ക്യാരക്ടറിനെ വെച്ച് അത് പിന്നെ എങ്ങാനും അത്രേ ഉള്ളൂ. നേരിട്ടും ഇല്ല. നേരിട്ടുവിൻ്റെ ഒരു ഹിന്ദിയുടെ ഒരു ഇതുണ്ടായിരുന്നു, അതിൻ്റെ ചില ചർച്ചകൾ നടക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു തെലുങ്ക് പ്രോജക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് എന്നാണെന്ന് ചോദിച്ചാൽ ഒന്നും അറിയില്ല. ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. വി ആർ റെഡി. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തന്നുകൊണ്ടിരുന്നാൽ മതി ഓരോന്നത്. ഓക്കെ, അപ്പോൾ വലതുവശത്തെ കളനെ കുറിച്ച് നമ്മൾ ഇത്രയും നേരം പറഞ്ഞതല്ലാണ്ട് എന്തെങ്കിലും പറയാൻ അനുവാദമുണ്ടെങ്കിൽ പ്ലീസ്. തീർച്ചയായിട്ടും എല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ കാണുക. ഇതൊരു ഇമോഷണൽ ക്രൈം ഡ്രാമയാണ്. ഇമോഷണൽ ക്രൈം ഡ്രാമയാണ് ഗൈസ്. നോ ത്രില്ലർ. ഇവിടെ ത്രില്ലില്ല. ഈ ആൾക്കാരുടെ വലിയ ഇതൊക്കെ സസ്പെൻസ് ഒക്കെ പ്രതീക്ഷിച്ച് നല്ലൊരു സിനിമയാവാൻ ഞങ്ങൾ 100% എഫോർട്ട് എടുത്തു. ഞങ്ങൾക്ക് ഈ ആവശ്യമില്ലാത്ത ശീലമൊക്കെ ഉണ്ടാക്കി തന്നിട്ട് ഒരാളുടെ ഇതിനകത്തെ മെയിൻ സ്റ്റാർ എന്ന് പറയുന്നത് ഈ ചേട്ടനാണ്. അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റ് തീർച്ചയായിട്ടും നല്ലൊരു വെൽ റിട്ടൺ സ്ക്രിപ്റ്റായിട്ടാണ് എൻ്റെ മുന്നിലേക്ക് വന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതൊരു നല്ലൊരു സിനിമയാണ് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ സിനിമ കണ്ടിട്ട് പറയുക. ബാക്കി ഞങ്ങൾ കണ്ടിട്ട് നേരിട്ട് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.